ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ജൂൺ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം സാമ്പത്തികപരമായും റിലേഷൻഷിപ്പും ഹെൽത്ത് വൈസ്. സോ ഓവറോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ജൂൺ മാസം എന്ന് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫ്രീ റീഡിങ്ങിനായിട്ട് ഞാൻ കുറച്ച് പേരുടെ പേര് ഇടയ്ക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സെക്ഷൻ കുറച്ച് ദിവസത്തിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത്. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യവും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ അടുത്ത സമയത്തായി ഏറ്റവും കൂടുതൽ കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്ത് കാര്യം കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ നിന്നും ഞാൻ 1, 2, 3 അതിൽ കൂടുതലോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഞാൻ ഫ്രീ റീഡിംഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ആരും ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യരുത്. കാര്യം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് റീഡിംഗ് എടുക്കുന്നവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ചെയ്യരുത്. ഞാൻ യൂട്യൂബിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. എങ്ങനെയാണ് നിങ്ങളുടെ ജൂൺ മാസം, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. ക്വീൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് പെൻറ്റിക്കിൾ, 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് വാൻസ്, പേജ് ഓഫ് പെൻറ്റിക്കിൾ, 4 ഓഫ് സോഡ്സ്, 5 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ വേൾഡ് കാർഡ്, 6 ഓഫ് വാൻസ്, ജഡ്ജ്മെൻറ്റ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക്, ദ ഹെർമിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ജൂൺ മാസം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വഴക്കിലേക്കോ വാക്കുതർക്കങ്ങളിലേക്കോ ഒന്നും പോകാതെ പെട്ടെന്ന് ദേഷ്യം വരിക, വിഷമം വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ പറയുന്ന വാക്കുകൾ വളരെയേറെ മൂർച്ചയേറിയതായിരിക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കും. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാക്ക് തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ പോകാതെ ഇരിക്കുക. റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസിലോ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വഴക്കോ വാക്ക് തർക്കങ്ങളോ കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ നാക്കിന് നിങ്ങൾ പറയുന്ന വാക്കുകൾ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പറഞ്ഞത് നമ്മൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അല്ലേ, പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരരുത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റീഡിങ്ങിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്ന സമയം നമ്മൾ വളരെ ക്ഷമയോടുകൂടി, പ്രത്യേകിച്ച് നമ്മളെ മെൻ്റലി ഒരു ഡൗൺ ആക്കുന്ന രീതിയിലോട്ടൊന്നും പോകാതെ സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് 2 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്. 1-2 കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അടുത്തത് എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം, ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കറൻ്റ്ലി ഉണ്ട്. സോ അടുത്ത മാസത്തോടു കൂടി നിങ്ങളൊരു തീരുമാനം എടുക്കും. അതിനു മുൻപായി കുറച്ചധികം കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ പല കാർഡ്സിലും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലധികം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെയും എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ, മേ ബി പാസ്റ്റിലുണ്ടായ കാര്യങ്ങളും കൂടി ആലോചിച്ചൊരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനും, റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളായി തന്നെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക. ജോലിപരമായ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അടുത്തത് എന്ത് ചെയ്യണം, റിസൈൻ ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു ജോലി നോക്കണോ, പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഏത് സ്ഥലത്ത് നിങ്ങൾ ഒരു ജോലി നോക്കണം, എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, പല കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട്, അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ഒന്നും കാര്യം ആവശ്യമില്ല. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക. 21 days ഒക്കെ മാനിഫേസ്റ്റ് ചെയ്താൽ ഈസി ആയിട്ട്, നമ്മൾ മാനിഫേസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർ വേയിലാണെങ്കിൽ നമ്മൾക്കത് കിട്ടും കേട്ടോ. സോ
അതേപോലെ തന്നെ പ്രപ്പോസലൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും ഒരു അറേഞ്ച്ഡ് മാരേജ് നടക്കാനുള്ള ഒരു ചാൻസ് അടുത്ത 6 മന്ത്സിലൊക്കെ ജൂൺ മാസം ഉറപ്പിച്ച് മുന്നോട്ടേക്കുള്ള മാസത്തിൽ അതൊരു കല്യാണത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 6 ഓഫ് കപ്സും 7 ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് ഫൈറ്റ് ചെയ്ത് വരേണ്ട സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ജൂൺ മാസം. നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നൊരു സമയം. ഇവിടെ ഏറ്റവും കൂടുതൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്കും ദ ഹെർമിറ്റാണ് കിട്ടിയിട്ടുള്ളത്. പല കാർഡ്സിലും ഇപ്പോൾ ജഡ്ജ്മെൻ്റ് ആയിക്കോട്ടെ, 7 ഓഫ് വാൺസ് ആയിക്കോട്ടെ, കൂടുതൽ കാർഡ്സിലും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അടുത്തത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു സമയമാണ്. ഇത്രയും നാളും മടി പിടിച്ച് മാറ്റിവെച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കണം എന്നൊരു മെൻറ്റാലിറ്റി വരുന്ന സമയമാണ്. ഇനിയും ഇങ്ങനെ നിന്നാൽ പറ്റില്ല, മാറ്റിവെച്ചിട്ടുള്ള പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കണം എന്നൊരു മെൻറ്റാലിറ്റി വരികയും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുകയും പല കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയും മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളെ പോസിറ്റീവാക്കി വെക്കാൻ നോക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നു. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പാസ്സാവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. ജനറൽ റീഡിംഗ് ആണ്, എന്നാലും ഒരു സന്തോഷവും സമാധാനവും അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് നമ്മൾക്ക് 6 ഓഫ് വാൺസ് കാർഡിലും കാണാൻ സാധിക്കുന്നത്. ഒരു നഷ്ടപ്രണയം അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെടൽ, മേ ബി ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ പ്രണയബന്ധമോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. സോ ഒരു നഷ്ടം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ദുഃഖമുള്ളതായിട്ടും 5 ഓഫ് കപ്സിൽ കാണിക്കുന്നു. മേ ബി ചിലരുടെ കേസിൽ അതൊരു ജോലിയായിരിക്കാം, ജോലി നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം. സോ അതിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പൈസ ഇല്ല അല്ലെങ്കിൽ ക്യാഷ് ഇല്ല, ആ ഒരു മെൻറ്റാലിറ്റി മാറ്റി നിങ്ങളിലേക്ക് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ തന്നെ ഓരോ മാറ്റങ്ങൾ, ഓരോ വഴികൾ തുറന്നു വരും. സോ ക്യാഷ് ഇല്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. ക്യാഷ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അതിലെന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ടും എല്ലാ ഇഷ്യൂസും മാറുന്നതായിട്ടൊക്കെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഇല്ല എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവാണ് കേട്ടോ. സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആൻഡ് പേജ് ഓഫ് പെൻഡിക്കിളും 4 ഓഫ് സോഡ്സും നമ്മൾക്ക് ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് മറക്കരുത്. ഹെൽത്ത് ഉണ്ടെങ്കിലേ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യാൻ സാധിക്കൂ. പ്രത്യേകിച്ചും ജൂൺ മാസം ഹെൽത്ത് നിങ്ങൾ ജൂൺ തീരുന്നത് വരെയും നിങ്ങൾ ഹെൽത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യാനോ കുറേ നാളായിട്ട് കാണാത്ത ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മാരേജിനൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുക. അവിടെ കുറേ നാളായിട്ട് കാണാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെയോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാനും ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ ഇവിടെ മേ ബി നിങ്ങൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വന്ന് മീറ്റ് ചെയ്യാനോ ഒക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങളെ ആർക്കോ കാണണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മേ ബി ആ ഒരു വഴക്ക്, വാക്ക് തർക്കങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആകാം. സോ നിങ്ങളുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ജൂൺ മാസം കിട്ടാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഹെൽത്ത് നിങ്ങൾ കുറേയും കൂടി നോക്കണം. റിലേഷൻഷിപ്പിലെ മെയിൻ പ്രശ്നം നിങ്ങൾക്ക് 2 പേർക്കും ഇതല്ലെങ്കിൽ മറ്റൊരാൾ എന്ന രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നത് തന്നെ നമ്മൾക്കിവിടെ പറയാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. ഓക്കെ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ സെലക്ട് ചെയ്യാമെന്നൊരു രീതിയിൽ ആ വ്യക്തിക്ക് നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അതേ ഉള്ളൂ എനിക്കിവിടെ പറയാനായിട്ട്. പാസ്റ്റ് ലൈഫ് ബേസ് ചെയ്തിട്ടുള്ളൊരു കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ചിലരുടെ കേസിൽ അത് ട്വിൻ ഫ്ലെയിമുമാണ്. ഇപ്പോൾ ചെറിയൊരു നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ് ഒക്കെ ആവാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അതൊരു റീകൺസിലേഷൻ, റീയൂണിയനിലേക്ക് ഒരു കോണ്ടാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ടേക്കുള്ള തീരുമാനങ്ങൾ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, സോ
നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. 222222 111111 ഏഞ്ചൽ നമ്പർ. അതായത് നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനും നിങ്ങൾ പ്രോപ്പർ വേയിൽ മാനിഫേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തടസ്സങ്ങളും ലാഗൊക്കെ മാറി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് അട്രാക്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനും ട്രാവൽ കാര്യങ്ങൾ അതേപോലെ തന്നെ നല്ലൊരു ജോലി എക്സാംസൊക്കെ പാസ്സാവും ഇതൊക്കെ നിങ്ങൾക്ക് മാനിഫേസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നൊരവസ്ഥ, പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ ജൂൺ മാസത്തിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് മുൻ ജന്മവുമായി കണക്ട് ചെയ്ത് കുറച്ചൊരു പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ കിടക്കുന്നുണ്ട്. മേ ബി അത് കാരണമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പല ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഓക്കെ, ജൂൺ മാസം നിങ്ങൾ കുറച്ചധികം ഇറങ്ങിത്തിരിക്കുന്നൊരവസ്ഥ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നൊരവസ്ഥ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് വളരെ പോസിറ്റീവാണ്. ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരവസ്ഥയിൽ നിന്നും ഓരോ പ്ലാൻ, ഓരോ ഐഡിയ, ഓരോ കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, സ്പിരിച്വൽ വേയിൽ വരുന്നൊരവസ്ഥ, ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. പറ്റുന്ന പോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കുക, പ്രോപ്പർ വേയിൽ മാനിഫേസ്റ്റ് ചെയ്യുക, ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. നമ്മൾക്കിവിടെ 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ റൊമാൻസ് എന്ന് പറയുന്നൊരു കാർഡ്, മാജിക് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് നേച്ചർ വർഷിപ്പ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു പ്രണയബന്ധം, സ്നേഹം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. ഓക്കെ, സോ ആ ഒരു സ്നേഹവും കെയർ സപ്പോർട്ട് നല്ലൊരു പ്രണയബന്ധമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. മേ ബി ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു പേഴ്സണ് മാറ്റം വരികയും നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. ഞാൻ പറഞ്ഞു അത് എങ്ങനെ നമ്മൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത്, ഓക്കെ, എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്ന് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ജീവിതത്തിൽ വരാൻ പോകുന്നു. ഒരു വിവാഹമൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ട്രൂ ലവ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല ഈ ഒരു പേഴ്സൺ കാരണം. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ടൊരു മാജിക് എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ സ്പിരിച്വൽ വേയിലും, അടുത്ത കാർഡും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കുറേയും കൂടി നിങ്ങൾ യൂണിവേഴ്സായിട്ട് അടുത്ത് വരുന്ന ഓരോ കാർഡ്സും എത്രത്തോളം പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മിറാക്കിൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞു ക്യാഷ് ഇല്ല ആ ഒരു മൈൻഡ് മാറ്റുക. റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഇഷ്യൂസ് കാരണമാണ് ഇങ്ങനെ വന്നത്, അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. ഓക്കെ, നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു മിറാക്കിൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എവിടെയെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഫാമിലി ആയിട്ടൊക്കെ പോകാനുള്ളൊരു ചാൻസും കാര്യങ്ങളും. കുറേയും കൂടി നിങ്ങളൊരു സ്പിരിച്വൽ വേയിൽ വരിക, ഏഞ്ചൽ നമ്പേഴ്സ്, റെയിൻബോ, ബട്ടർഫ്ലൈസിനൊക്കെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊക്കെ വരിക, ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, ഫ്രണ്ട്സായിട്ടോ ഫാമിലി മെമ്പേഴ്സായിട്ടോ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ പോസിറ്റീവ് ആകുന്നു, നിങ്ങൾക്ക് പല കാര്യങ്ങളും എന്തുകൊണ്ടിങ്ങനെ ജീവിതത്തിൽ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സിറ്റുവേഷൻ വരുന്നു. ടോക്സിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഒരു മാജിക് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മാനിഫേസ്റ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് കാർഡ്സും കൂടി എന്തായാലും ഞാൻ എടുക്കാം. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ലവ് യുവർ സെൽഫ്, അതേഴ്സ് ആൻഡ് എവറി സിറ്റുവേഷൻ, നോ മാറ്റേഴ്സ് വാട്ട് ദി ഔട്ട്വേർഡ് അപ്പിയറൻസ് മേ ബി. ഓക്കെ, സോ ഞാൻ കുറേ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനും ഉണ്ടാവുകയില്ല. റിലേഷൻഷിപ്പിലും ഞാൻ എടുത്തിട്ടുള്ള 2000-ൽ കൂടുതൽ സ്ലോട്ടിലും റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ എനിക്ക് പലരിടത്തും സംസാരിക്കുമ്പോഴായിക്കോട്ടെ,
തീർച്ചയായും മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആ വ്യക്തിയും നമ്മളെ തിരിച്ചിഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെടണം എന്നൊരു ചിന്താഗതി വരുന്നിടത്താണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾക്കതൊരു പെയിൻഫുൾ സിറ്റുവേഷനായി മാറുന്നത്. ഓക്കെ. അതേസമയം അങ്ങനൊരു ചിന്തയില്ല. നമ്മൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുക, തിരിച്ച് കിട്ടുന്നോ ഇല്ലേ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കണ്ടീഷൻസും വെക്കാതെ തന്നെ ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ. നമ്മൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ, ഒരു പ്രശ്നവുമില്ല. ആരെ വേണമെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു അവകാശമുണ്ടല്ലേ. സോ തീർച്ചയായിട്ടും അവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം. എത്ര ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, അടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മൾക്ക് ആരെയും ഇഷ്ടപ്പെടാം. പക്ഷെ അവരും തിരിച്ച് അതേപോലെ തന്നെ ഇഷ്ടപ്പെടണം, അതിലേറെ സ്നേഹിക്കണം. നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നു, അപ്പോൾ തിരിച്ചും ഇങ്ങോട്ടേക്കും കോൾ ചെയ്യണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ വിചാരിക്കുന്നിടത്താണ് പല ഇഷ്യൂസും ഉണ്ടാവുന്നത്. ഓക്കെ. സോ അൺകണ്ടീഷണൽ ലവ്, അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഇപ്പോൾ ക്യാഷ് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ പോലും തിരിച്ചത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചോ, അല്ലെങ്കിൽ ഒരു സമയത്ത് അവർ നമ്മളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയിലോ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ. മേ ബി സഹായിക്കുമായിരിക്കാം, മേ ബി സഹായിക്കത്തില്ല. അത് ഓരോരുത്തരുടെയും ലക്ക് പോലെയൊക്കെ ഇരിക്കും. സോ അവർ ഒരു സമയത്ത് സഹായിക്കുമെന്നൊരു മെൻറ്റാലിറ്റിയിലൊന്നും ആരെയും പോയി സഹായിക്കാതിരിക്കുക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സഹായിക്കുക, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സഹായിക്കാതിരിക്കുക. അപ്പോൾ അവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനും ഉണ്ടാവില്ല. ഓക്കെ. സോ നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് നിങ്ങൾക്ക് വരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നൊരു പേഴ്സണാണ് ഞാൻ. ഞാൻ ഈ ഒരു കാര്യമാണ് ഫോളോ ചെയ്യുന്നത്. ആരും ഒന്നും തിരിച്ച് നമ്മൾക്ക് തരുമെന്നൊരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ. സോ സഹായിക്കാൻ പറ്റുന്നത് പോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കാൻ ശ്രമിക്കുക. ആൻഡ് എക്സ്പെക്റ്റ് എ മിറാക്കിൾ. മദർ മേരി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹാവ് ഫെയ്ത്ത് ദാറ്റ് യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ ഹിയർഡ് ആൻഡ് ആർ ബീങ് ആൻസേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ പോകുന്ന സമയമാണ് ജൂൺ മാസം. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കാൻ പാടില്ല. ഒരു എക്സ്പെക്റ്റ് എ മിറാക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനും തൊട്ട് മുൻപേ നമ്മൾക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്നാൽ അതിനൊരു ഡിലേ വരും. സോ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥന മുടക്കാതിരിക്കുക. സോ ഒരു മിറാക്കിൾ തന്നെ, നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ പോകുന്ന സമയമാണ്. പല കാര്യങ്ങളും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നൊരു സമയമാണ്. സോ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങളുടെ ജൂൺ മാസത്തെ റീഡിംഗ്. എല്ലാവർക്കും നല്ലൊരു മാസം തന്നെ ആവട്ടെ. മുന്നോട്ടേക്കും ജൂൺ മാസം മാത്രമല്ല, മുന്നോട്ടേക്കും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ആൻഡ് ഫ്രീ റീഡിങ്ങിനായിട്ട് ഞാൻ കുറച്ച് പേരുടെ പേര് ഞാൻ ഇടയ്ക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സെക്ഷൻ വിന്നേഴ്സിനെ ഞാൻ വരും വീഡിയോസിലൊക്കെ തന്നെയായി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യം കമൻറ്റ് ചെയ്യാം. അടുത്ത സമയത്തായിട്ട് നിങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഏഞ്ചൽ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, വാട്ട് എവർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ അതിൽ നിന്നും ഞാൻ 2, 3 അതിൽ കൂടുതലോ ആൾക്കാരെ വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഞാൻ ഫ്രീ റീഡിംഗ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ ആരും എനിക്ക് മെസ്സേജ് ചെയ്യരുത്. കാര്യം പേയ്മെൻറ്റ് ചെയ്ത് റീഡിംഗ് എടുക്കുന്നവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. കാര്യം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്. ഞാൻ യൂട്യൂബിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർ മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ. സോ ടേക്ക് കെയർ, ബൈ. ഇതിൽ നമ്മൾക്ക് ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 3 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സ്, ദ ഹൈ പ്രീസ്റ്റേഴ്സ്, 8 ഓഫ് വാൻസ്, 6 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോഡ്സ്, കിങ് ഓഫ് കപ്സ്, 7 ഓഫ് വാൻസ്, 8 ഓഫ് സോഡ്, 7 ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക് ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ജൂൺ മാസം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. കുറേ നാളായിട്ടോ സ്പെൽസോ അഫർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ശ്രമിക്കുന്ന ആൾക്കാർ, ഓക്കെ, റിലേഷൻഷിപ്പോ ടോക്സിക് ആയിട്ടുള്ള എന്ത് കാര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ജൂൺ മാസം അതിന് സാധിക്കുന്നൊരവസ്ഥ കാണിക്കുന്നു. റേക്കി ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. കുറച്ചും കൂടി നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിൽ വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ കറക്റ്റ് ആവുന്ന
അവസ്ഥ കാണിക്കുന്നു. മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ കൊണ്ട് ഏറ്റവും അധികം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വർക്കൗട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾ പല കാര്യത്തിൻ്റെയും ഒരു തീരുമാനം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ എടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും വരാതെ വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ മുന്നോട്ടേക്ക് എടുക്കാൻ സാധിക്കുക, ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുക, ഓരോ സിറ്റുവേഷനെയും നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരിക. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഒരു വ്യക്തിനെ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ചുറ്റുമുള്ളവരെ എല്ലാം തന്നെ. പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു സ്ട്രെങ്ത് ലൈഫിൽ ഫീൽ ചെയ്യും. നിങ്ങളുടെ ഓറ പവർ കുറച്ചും കൂടി ബെറ്റർ ആകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും, ഒരു സ്ട്രെങ്ത് ലൈഫിൽ വരും, ഒരു സ്പിരിച്വൽ വേയിൽ വരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഏറ്റവും അധികം കാണിക്കുന്നത്. കുറച്ച് നാളായിട്ട് നിങ്ങൾക്കുള്ളൊരു സംശയം 8 ഓഫ് സോർഡ്സ് കാർഡ്സിൽ കാണാൻ പറ്റുന്നു. എന്നെക്കൊണ്ടത് സാധിക്കുമോ? നിങ്ങൾ തന്നെ നിങ്ങളെ നെഗറ്റീവാക്കി വെച്ചുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ അതിൻ്റെ ഒരാവശ്യവും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെ നെഗറ്റീവാക്കി കാണാതിരിക്കുക, അതാണ് എനിക്കിവിടെ ഏറ്റവും അധികം പറയാനുള്ളത്. സോ ജൂൺ മാസം ഫസ്റ്റ് പൈൽ പോലെ തന്നെ ഇവിടെയും ഒരു കാര്യം സെയിം ആയിട്ട് വന്നത്, നിങ്ങളും ഇറങ്ങിത്തിരിക്കുന്നൊരവസ്ഥ, രണ്ടും കൽപ്പിച്ച് പല കാര്യത്തിലേക്ക് കുറേ നാളായിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നൊരവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു തുടക്കം വേണമെന്നൊരാഗ്രഹത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന, കുറേ ഐഡിയാസൊക്കെ വരുന്ന, അത് വർക്കൗട്ടാക്കാൻ നോക്കുന്നൊരു സമയം, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നൊരു സമയം 7 ഓഫ് വാൺസ് ആണ് കാണിക്കുന്നത്. ഒരു സ്ട്രഗിൾ തന്നെയാണ്, പക്ഷേ അതിന് ശേഷം ഉണ്ടാകുന്നൊരു സന്തോഷം നമ്മൾക്ക് 7 ഓഫ് പെൻറ്റിക്കിളിൽ കാണാം. 7 ഓഫ് വാൺസും 7 ഓഫ് പെൻറ്റിക്കിളും ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കും, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ, ഒരു ജോലിക്കായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പുതിയ ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പ്ലാനോ, എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്ത് ഒരു ഷിഫ്റ്റിംഗ്, ഫാമിലി ആയിട്ടോ അല്ലാതെ ഒരു ഷിഫ്റ്റിങ്ങിനെ പറ്റി പ്ലാൻ ചെയ്യുന്നവരോ, ഒരു മാറ്റം നിങ്ങൾക്കിവിടെ അത്യാവശ്യമാണ്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ, നടപ്പിലാക്കാനും അതിന് മുൻപേയും കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസാണ്, അത് ഞാൻ എടുത്തു പറയുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. 7 ഓഫ് പെൻറ്റിക്കിളാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ജസ്റ്റിസുമാണ്. 7 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ 777 ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഞാൻ നേരത്തെയും റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു ലക്കിനെ സൂചിപ്പിക്കുന്നൊരു നമ്പറാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നു. മുന്നോട്ടേക്കും ഇപ്പോൾ നിങ്ങൾ ആ ഒരു മാറ്റത്തിന് തയ്യാറായാൽ, അങ്ങനൊരു എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആക്കുക. വേറൊരു ജോലിക്കോ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയോ, ഒരു വിവാഹമോ നല്ലൊരു റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ആ ഒരു പേഴ്സൺ ടോക്സിക് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് മാറുക, ഇതെല്ലാം ഒരു മാറ്റമാണല്ലേ. സോ അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നൊരു സമയമാണ്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ഇവിടെ സ്ട്രോങ്ലി എനിക്ക് കാണാൻ സാധിക്കുന്നു. ടോക്സിക് അല്ലാത്ത, ഇപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ, റീയൂണിയൻ, റീകൺസിലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് ട്വിൻ ഫ്ലെയിം ഒന്നിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ പല ഇഷ്യൂസും അവരുടെ ഇടയിൽ ഉണ്ടാകാനുള്ളൊരു ചാൻസും, എന്നാൽ വിട്ടുപോകാൻ പറ്റാത്തത്രയും ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി നിങ്ങളിലേക്ക് തന്നെ ആ ഒരു പേഴ്സൺ വരാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലായിട്ടും എടുത്തു കാണിക്കുന്ന ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ കാര്യത്തിൽ കേട്ടോ. ആ പേഴ്സണെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനോ, കുറേ നാളായിട്ട് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൂടുന്നതായിട്ടും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനും, എത്രയും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്തു വരുന്നൊരു സിറ്റുവേഷൻ, ട്രാവലിനും ഇവിടെ പോസിറ്റീവാണ്. എന്തെങ്കിലും വീട് പണിയോ വാഹനമോ പുതിയൊരു ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം ജൂൺ മാസത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ അത് നല്ലതാണ്, നല്ലൊരു കാര്യമല്ലേ, വളരെ പോസിറ്റീവായിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. സോ ഹാപ്പി ആയിട്ടിരിക്കും. ഓരോ കാർഡ്സും മാറ്റത്തിൻ്റെ ഒരു തുടക്കത്തെ സൂചിപ്പിക്കുന്ന കാർഡ്സാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക,
നിങ്ങൾ നെഗറ്റീവ് ആവാതിരിക്കുക, നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിലൂടെ ഒരു തീരുമാനമെടുക്കാനും ഓരോ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാനും വളരെ കറക്റ്റായിട്ട് ഓരോ വ്യക്തികളെ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷനും, മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊക്കെ നമ്മൾക്ക് ഇൻറ്റ്യൂഷൻ പവറിലൂടെ കിട്ടും കേട്ടോ. ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തരും. സോ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുക. ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യുക, അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക. എങ്ങനെ നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക? നമ്മൾക്ക് മാക്സിമം ബിസി ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം ബിസി ആയിട്ടിരിക്കുക എന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊന്നും ആലോചിക്കാനുള്ളൊരു സമയം അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പോവില്ല. സോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡയറി എടുക്കുക, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാനും മുന്നോട്ടേക്കുള്ള പ്ലാൻ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിന് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അത് വർക്കൗട്ട് ആക്കാൻ സാധിക്കും എന്നതും കൂടി നിങ്ങൾ തിരക്കി കണ്ടുപിടിച്ച്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്കാണ് ഏറ്റവും അധികം അറിയാൻ സാധിക്കുന്നത്, അല്ലേ? ഇവിടെ വളരെ പോസിറ്റീവായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. സോ നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. ഫസ്റ്റ് തന്നെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട് ന്യൂ പ്രോജക്ട്സ്, ആക്സസ് ന്യൂ ഐഡിയാസ് ആൻഡ് ഗീവ് ബർത്ത് ടു ന്യൂ കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്കാണ് നിങ്ങളെ ഏറ്റവും അധികം അറിയാവുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യണം, അഫർമേഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നു. സന്തോഷവും സമാധാനവും വന്നു ചേരുന്നൊരവസ്ഥ കാണിക്കുന്നു. ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തേക്കോ പുതിയൊരു ജോലി, ഒരു പ്രൊമോഷനൊക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ്. ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വന്നു ചേരും. ഒരു വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും എന്നത് ഇവിടെ യൂണിവേഴ്സായിട്ട് ഉറപ്പിച്ചു പറയുന്നൊരു സിറ്റുവേഷനാണ് ഓരോ കാർഡ്സിലും കാണാൻ പറ്റുന്നത്. അടുത്ത കാർഡ് നമ്മൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ സമയമാണ് മുന്നോട്ടേക്ക്. നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാതിരിക്കുക. പുതിയ കാര്യങ്ങളിലേക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ജോലിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, വേറൊരു സ്ഥലത്തോ. ഓക്കെ, സോ റിലേഷൻഷിപ്പിലും നല്ലൊരു വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അത് ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ്. ഒരു ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഫാമിലിയിൽ ഒരു ബേബി ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ, ഒരു ബേബി ഷവർ, മാരേജ്, എൻഗേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവാനുള്ളൊരു ചാൻസ്. പ്രത്യേകിച്ചും ഒരു ബേബിയൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. ഭയങ്കര പോസിറ്റീവാണ്. അത് അടുത്തതായിട്ടും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ഡോർസ് ആർ ഓപ്പണിംഗ് ഫോർ യു റൈറ്റ് നൗ, വോക്ക് ത്രൂ ദം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് എഴുതി മാനിഫേസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്ന സമയമാണ്. ആൻഡ് മൂന്നാമതായിട്ടും ഗോ ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു ഹാവ് ബീൻ ഇൻഡോർസ് ടു ലോങ്, ഗോ ഔട്ട്സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സമയം അടച്ചുമൂടി വീട്ടിലിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം ഇരിക്കാതിരിക്കുക. പുറത്തൊക്കെ പോവുക. ഞാൻ പറഞ്ഞില്ലേ, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പുറത്തൊക്കെ പോകാനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനോ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യാനോ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക. ആനിമൽസിനെ ഫീഡ് ചെയ്യുക. പറ്റുന്നത് പോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യമാണോ അത് ചെയ്യാൻ ശ്രമിക്കുക. പുറത്തേക്കൊക്കെ പോവുക. നിങ്ങൾ ഒരുപാട് സമയം ഒരിടത്ത് തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്, അത് മാറ്റിയെടുക്കണം. ഏഞ്ചൽ നമ്പേഴ്സ് 111111 ഏഞ്ചൽ നമ്പർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷൻ വരും. 777 ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന
നമ്പറാണ്. ഇനി 666 ആണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ 6666 പാറ്റേൺസ് ആണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്യുക. ഓക്കെ, റീഫോക്കസ് എന്നൊരു ഒറ്റ വാക്കിൽ നമ്മൾക്ക് പറയാൻ സാധിക്കും 666 റീഫോക്കസ്. നിങ്ങൾ വേറെ പല കാര്യങ്ങളും ആലോചിച്ച് പോകുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു ജോലിയുള്ള പേഴ്സൺ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് വന്നപ്പോൾ ജോലിയുടെ കാര്യങ്ങളെല്ലാം മറന്ന് ആകെ കൂടി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? സോ റീഫോക്കസ് ചെയ്യുക എന്നൊരു മെസ്സേജാണ്. നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് വഴിമാറി പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് പാത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ 666 ഏഞ്ചൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ 444444 ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നതിൻ്റെ സൂചനയാണ്. ഓക്കെ, ക്യാഷ് റേസ് സ്റ്റെബിലിറ്റി, റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റി, ഫാമിലി ലൈഫിലൊരു സ്റ്റെബിലിറ്റി, വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുക. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുക. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പെയിൻഫുൾ സിറ്റുവേഷനോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുറ്റബോധം വരുന്ന സമയമായിട്ടും നമ്മൾക്ക് പറയാൻ സാധിക്കും. ഒരു സ്റ്റെബിലിറ്റി വരുന്നൊരു സിറ്റുവേഷനാണ് 444444 ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി മാത്രമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കും ഞാൻ വീഡിയോസിലും പറയാറുണ്ട്. കാര്യം പുതുതായി കാണുന്നവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ വേണം അല്ലേ? സോ അവർക്കും അറിവുകൾ കിട്ടണം. ടാരോക്കാർ റീഡിംഗ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു അറിവും കൂടി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ എല്ലാവരും കാണും, പക്ഷെ പലർക്കും ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാറേ ഇല്ല. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്, എങ്ങനെ നമ്മുടെ സിറ്റുവേഷനായിട്ട് ഇത് കണക്ട് ചെയ്യാം എന്ന് ആർക്കും അറിയില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാം. പക്ഷേ എല്ലാവരും ഏഞ്ചൽ നമ്പർ കാണുന്നു എന്നല്ലാതെ ഇതെങ്ങനെ, എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെ നമ്മൾക്കത് മനസ്സിലാക്കിയെടുക്കാം, എന്ത് സിറ്റുവേഷനാണ് നമ്മൾക്ക് മാറ്റം വരാൻ പോകുന്നത് എന്നത് പലർക്കും കണക്ട് ചെയ്യാൻ സാധിക്കാറില്ല. അതിനാണ് മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. കുറച്ച് ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി പറഞ്ഞ് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടിക്കാണും. ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. 4 കാർഡ്സാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ തന്നെ വെൽത്ത്, ആനിമൽസ്, ഹീലർ, കറണ്ട് ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു. ആർക്കെങ്കിലും പൈസ കൊടുക്കാനോ തിരിച്ച് കിട്ടാനോ, ഒരു ജോലിയില്ലാത്തൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷൻ ഇവിടെ എടുത്തു കാണിക്കുന്നു. മെറ്റീരിയലിസ്റ്റ് അബണ്ടൻസ് ഉണ്ടാകും. ഞാൻ ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്, വാഹനം, വസ്തു ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾക്കിവിടെ ഓരോന്നും കാണാൻ സാധിക്കുന്നത്. ഒരു മാറ്റം വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെയും ഹീൽ ചെയ്യാൻ പറ്റുന്ന, ബാക്കിയുള്ളവർക്ക് നിങ്ങളൊരു താങ്ങായി തണലായി നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്കൊരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കുറേയധികം ട്രോമ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കറൻ്റ്ലി നിങ്ങൾക്ക് എന്തുണ്ട് അതിൽ സന്തോഷിക്കാൻ പഠിക്കുക. ഒരുപാട് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തു പോകുന്നവരാണെങ്കിൽ അത് മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സന്തോഷിക്കാൻ പഠിക്കുക. ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ഒത്തിരി അങ്ങ് ആലോചിച്ച് പോകേണ്ടതായിട്ടില്ല. ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പ്രത്യേകിച്ച് ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കറൻ്റ്ലി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മാറി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സമയം മാറി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതാണ് നമ്മൾക്കിവിടെ മാറ്റിയെടുക്കേണ്ടത്. പറ്റുന്ന പോലെ ബാക്കിയുള്ളവരെ സഹായിക്കുക. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ, നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷൻ ജൂൺ മാസം അതിലൊരു ഹീലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സന്തോഷിക്കാൻ പഠിക്കുക. മുന്നോട്ടേക്ക് നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ ഒരു താങ്ങായി തണലായി നിൽക്കാൻ സാധിക്കും. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാസം തന്നെ ആവട്ടെ. ജൂൺ മാസം മാത്രമല്ല, മുന്നോട്ട്
മുന്നോട്ടേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ നടക്കട്ടെ. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ തന്നെ നടക്കാൻ ഞാനും വിഷ് ചെയ്യുന്നു. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഫ്രീ റീഡിങ്ങിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യം കോമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, യൂണിവേഴ്സിൻ്റെ അടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ അടുത്ത സമയത്തായിട്ട് ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഏഞ്ചൽ നമ്പർ, നിങ്ങൾക്ക് എന്ത് കാര്യം കോമൻറ്റ് ചെയ്യാം. അതിൽ നിന്ന് 3 or 4 വരെ ഞാൻ വരും വീഡിയോസിലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സെക്ഷൻ ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്ത സെക്ഷനും വിന്നേഴ്സിനെ ഞാൻ വരും വീഡിയോസിൽ 10 days കൂടുമ്പോഴാണ് ഞാൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. ആരും ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചല്ലാതെ എനിക്ക് മെസ്സേജ് ചെയ്യരുത്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് ചെയ്ത് റീഡിംഗ് ചെയ്യുന്നവർക്കും റേക്കി ഹീലിംഗ് സ്ലോട്ടിലുള്ളവർക്കും ഇവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്. ആരുടെ പേരാണോ ഞാൻ അനൗൺസ് ചെയ്യുന്നത്, എത്ര പേരുണ്ടോ അവരത്രയും പേര് മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ. സോ എപ്പോഴാണോ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് ആകും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും, റിലേഷൻഷിപ്പോ കരിയറോ എന്തും ഞാൻ റീഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.